മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കിൻഫ്ര വ്യവസായ പാർക്കിനു വേണ്ടി സർക്കാർ സ്ഥലം ഏറ്റെടുത്ത ശേഷം ഭൂവുടമകൾക്ക് വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. മട്ടന്നൂർ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലേക്കാണ് ഭൂവുടമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പനയത്താംപറമ്പ്, മുടക്കണ്ടി, കിഴലൂർ പ്രദേശങ്ങളിൽ 1ഉം 2ഉം ഘട്ടങ്ങളിൽ സ്ഥലം ഏറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകുകയും 3ാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുത്ത 800ഓളം ഭൂവുടമകളെ അവഗണിക്കുകയാണെന്നും പറഞ്ഞാണ് ഭൂവുടമകൾ മാർച്ചും ധർണയും നടത്തിയത്. ജനുവരിയിൽ കിൻഫ്ര ഉദ്യോഗസ്ഥർ പനയത്താംപറമ്പിൽ ഭൂവുടമകളുടെ യോഗം വിളിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ടതിന് ആവശ്യമായ പണം ലഭ്യമാണെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന മുഴുവൻ രേഖകളും സമർപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ ഹാജരാക്കി. എന്നാൽ 3ാം ഘട്ടത്തിന്റെ പണം അനുവദിക്കാതെ സർക്കാർ പിന്നോട്ടു പോയെന്നും പ്രതിഷേധ കൂട്ടായ്മ സമിതി ഭാരവാഹികൾ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിരവധി കുടുംബങ്ങൾ പ്രകടനവുമായി എത്തിയാണ് ധർണാ സമരം നടത്തിയത്. സമരം പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. പരിപാടികളുടെ ഭാഗമായിട്ട് വ്യവസായ പാർക്കുകൾ, ആശുപത്രികൾ, അങ്ങനെ ഒട്ടേറെ വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നു. അപ്പോൾ 2019 സർക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നു. അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഭൂമി സർക്കാരിന്റെ അധീനതയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപക്ഷെ സാങ്കേതികപരമായിട്ട് നിങ്ങളുടെ ഭൂരേഖകൾ സമർപ്പിക്കുന്നതൊക്കെ പിന്നീട് കുറേ മാസങ്ങളും വർഷങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും 2019 ആ കാലഘട്ടം മുതൽ നിങ്ങൾക്ക് ഭൂമിയിലെ ഉടമസ്ഥാവകാശമുണ്ടെങ്കിലും കൈവശാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള, താത്വികമായെങ്കിലും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും ഈ ബ്യൂറോക്രസിയുടെ ഒച്ചിഴയുന്ന വേഗത്തിലുള്ള ഈ ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഭൂമി 2013 ഭൂനിയമം KP വിനോദൻ അധ്യക്ഷത വഹിച്ചു. അശോകൻ കാനാട്, TK മിഥുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.